അങ്ങനെ പുകയോട് പുക. പാത്രം കാണുന്നുണ്ടായില്ലല്ലോ. അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചതാണ്. അപ്പോൾ പുകയായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഗ്യാസ് അടുപ്പിൽ പിന്നെ പുട്ടും കടലയും ആടുന്നാവുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായയും എടുത്തിട്ട് പുറത്താടി ഇരുന്നതാണ്. നോക്കി എന്തൊരു പുകയാന്ന്. പുകയാണ്ട പിടിക്കാൻ വരുന്ന പോലത്തെ അവസ്ഥ. അപ്പോൾ തിങ്കളാഴ്ച ദിവസമാണ് രാവിലെ തന്നെ നഖം മുറിച്ചതായി. ഞായറാഴ്ച വൈകുന്നേരേ പറഞ്ഞ്, ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച മുറിച്ച് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നഖം മുറിച്ചെല്ലാം കൊടുത്ത് പിന്നെ അകത്തെ അടുപ്പിൽ വെള്ളം വെച്ച് കുടിക്കാനുള്ളത്. ഇനി പാത്രം കഴുകാനുണ്ടല്ലേ. എത്ര പാത്രങ്ങളാണ് കഴുകാനുണ്ടാവുക. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കിയാണ് വെച്ചാൽ ഇനിയും ഉണ്ടാവും. അതാണ് പാത്രങ്ങളെ ഒരു ഇത്. എന്നാലും ആവശ്യമുള്ള പാത്രം അപ്പാടപ്പാട് കഴുകി മാറ്റി വെക്കുന്നതാണല്ലോ നമ്മളെ തടിക്ക് രക്ഷ. അങ്ങനെ പുട്ടും കടലെല്ലായി. അതിൻ്റെ ഇടയിലാണ് ഇവർ പറയുന്നത് നെയ്ച്ചോറാ വേണ്ടത് എന്ന്. അപ്പോൾ പെട്ടെന്ന് നെയ്ച്ചോറിന് എന്നാൽ കറി വെക്കുക. മുട്ട വേണ്ട. തൈരും പപ്പടവും മാത്രമാണ് ഇന്നത്തെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിട്ടത്. പിന്നെ അങ്ങനെ പോട്ടെ, അത് മാത്രം മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അങ്ങനെ കൊടുത്തു വിട്ട്. പിന്നെ കാര്യമായിട്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് അതും സ്നാക്സ് ബോക്സിൽ വെച്ച് തൈരിൻ്റെ അകത്ത് ഉള്ളി ഇട്ടിട്ട് അങ്ങനെ കൊടുത്തു വെച്ചു. മുടി കെട്ടാൻ വേണ്ടി പോയാലും മുല്ലപ്പൂ ഉണ്ട് വേണോന്ന് ചോദിച്ച്. അപ്പോൾ മുല്ലപ്പൂ പത്ത് വരുന്ന വിട്ട് കണ്ട